ഹായ് നമസ്കാരം. ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒരു വൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് നമ്മുടെ ബാലയുടെയും അമൃതയുടെയും എലിസബത്തിൻ്റെയും ഒക്കെ വിഷയം. ബാല ഇപ്പം പുതിയൊരു വിവാഹമൊക്കെ കഴിച്ച് കോകില എന്ന് പറയുന്ന അവരുടെ മാമാ പൊണ്ണുമായിട്ട് നല്ല അടിപൊളി സെറ്റപ്പായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് മുൻ ഭാര്യമാരായിട്ടുള്ള അമൃതയും എലിസബത്തും ഒക്കെ ബാലയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായിട്ട് എത്തിയിട്ടുള്ളത്. ഇത്രയും കാലവും അമൃത മാത്രമായിരുന്നു എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എലിസബത്തും അതിരൂക്ഷമായ രീതിയിൽ തന്നെ എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ്. അപ്പം ഒരുപാട് പേര് കമൻസുകളിലൂടെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, ഈ അടുക്കളയിലെ വീഡിയോസും അതും ഇതുമൊക്കെ ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലേ, പറയാനുള്ളവരാണ് ഏറെക്കുറെ പേരും. പക്ഷേ എന്ത് പറയണമെന്നറിയാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട്. പലരുടെയും ഉള്ളിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉള്ള ആൾക്കാരാണ്. അപ്പം ഞാനും എൻ്റെ അഭിപ്രായം പറയുക അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ പറയുക എന്നുള്ളതായിട്ടാണ് എത്തിയിരിക്കുന്നത്. ബാലയ്ക്ക് കുറേ ഗുണ്ടായിസവും കുറേ പിണിയാളുകളും ഒക്കെ ഉണ്ട്. എവിടെ വേണമെങ്കിലും തോക്കുമായിട്ട് കയറി ചെന്ന് ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പേടിപ്പിക്കാനൊക്കെ ഉള്ള ഗട്ട്സ് ഉണ്ട്. പക്ഷേ അങ്ങനൊന്നും പേടിക്കുന്ന സൈസൊന്നും അല്ല ഞങ്ങൾ. നമുക്കങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നാൽ പട്ടി കടിക്കുവേ, അതുകൊണ്ട് എൻ്റെ വീട്ടിലൊന്നും വരാൻ നിൽക്കേണ്ട. പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ്റെ മനസ്സൊരു എന്താ പറയേണ്ടത്, സൈക്കോ മനസ്സാണെന്ന് വേണം പറയാൻ. കാരണം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പുള്ളിക്ക് എപ്പോഴും കൊച്ചു പെൺപിള്ളേരെ ഭാര്യമാരായിട്ട് കിട്ടണം. അതാണ് ബാല എന്ന് പറയുന്ന ഒരു ഞരമ്പ് രോഗിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ബാല എനിക്കിഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷേ ഈ അമൃത, എലിസബത്ത് ഇവരെല്ലാവരും കൂടെ താമസിച്ച ഒരാളിനെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായ രീതിയിൽ എതിർത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനൊരു നല്ല മനുഷ്യനല്ല ബാല. ഒരിക്കലും ബാലൻ നല്ല മനുഷ്യനല്ല. പിന്നെ പോരാത്തതിന് താൻ ജന്മം നൽകിയ സ്വന്തം മകൾക്ക് കൊടുത്ത മുതലും വകയും എല്ലാം തിരിച്ച് പിടിച്ച് മേടിച്ചേച്ച് കൂടെ വന്ന് ഡ്രാമ കളിച്ച് പപ്പു പപ്പ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന കരയുന്ന ഇവൻ്റെ ഈ ഓഞ്ഞ ഡ്രാമയും നമുക്കെല്ലാവർക്കും മനസ്സിലാവും. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കേരളീയ ജനതയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അച്ഛനെ വേണ്ടാത്ത മോക്ക് എന്തിനാണ് അച്ഛൻ്റെ പണം, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാരുടെ കമൻസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിപ്പം അച്ഛനെ വേണ്ടാത്ത മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മയുടെ നേർക്ക് ഡെയിലി ചെളി വാരി എറിഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ആക്ഷേപം പറയാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരച്ഛൻ, അമ്മയെ സ്നേഹിക്കുന്ന ഒരു മക്കളും ആ അച്ഛനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ആ കുട്ടി എന്താ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, എൻ്റെ അമ്മയും എന്നെ ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് അപ്പായുടെ ഒന്നും വേണ്ട എന്നാണ് ആ കുട്ടിയെന്ന് പറഞ്ഞത്. അപ്പം അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കാണേ മനസ്സിലാവും. പിന്നെ ബാലയുടെ ഒരു അറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലയ്ക്ക് ഈ ചെറിയ പിള്ളേരെ വേണം, അതായത് കൂടെ താമസിപ്പിക്കാനായിട്ട് പ്രായം കുറഞ്ഞ പിള്ളേരെ വേണം എന്നും. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അമൃതയെ ബാല കല്യാണം കഴിച്ച സമയത്ത് അമൃതയ്ക്ക് വെറും 18 വയസ്സായിരുന്നു പ്രായം. ആ 18 വയസ്സുള്ള അമൃതയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതുകൊണ്ട് 2-3-4 വർഷത്തോളം ആ കുട്ടിയെ ഇട്ട് നിരന്തരം പീഡിപ്പിച്ചു. ഒരു കുട്ടിയുണ്ടായി. അവസാനം ആ കുട്ടി ആ വിവാഹബന്ധത്തിൽ നിന്ന് വേർപെട്ട് പോയി. അതിനുശേഷം ബാല എന്ത് ചെയ്തു, ആ വൈരാഗ്യം, അതായത് മലയാളിയായ അമൃതയെ കല്യാണം കഴിച്ച് അതിൻ്റെ ഭാവി തകർത്തു എന്നുള്ള മലയാളികളുടെ ഒരു വൈരാഗ്യം, അതായത് ആ ഒരു വൈരാഗ്യം, അമൃതയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വന്ന് അമൃതയെ കണ്ടിഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ബാല കല്യാണം കഴിക്കുന്ന സമയത്തും. നമ്മളും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം ആ മലയാളികളുടെ ഒരു വിദ്വേഷം മാറാൻ വേണ്ടിയിട്ട് ബാല എന്ത് ചെയ്തു, വീണ്ടും ഒരു മലയാളി പെങ്കൊച്ചിനെ, അത് എലിസബത്ത് പറയുന്നുണ്ട്, എലിസബത്തിന് തന്നെ ബാല ഇഷ്ടമായി, ഇങ്ങോട്ട് പ്രപ്പോസൽ ചെയ്തു എന്ന്. പക്ഷേ ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റി. ആ കുട്ടി പ്രപ്പോസൽ ചെയ്തു. ആ കുട്ടി വിചാരിച്ചു ഇയാൾ ഈ പറയുന്ന കണക്ക് എൻ്റെ മോളെ പപ്പു പപ്പു എന്നും പറഞ്ഞിരുന്ന കരയുന്നതൊക്കെ കണ്ടപ്പോൾ ഇയാളൊരു ഹോമിലി മാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പാവപ്പെട്ട എലിസബത്തിന് അബദ്ധം പറ്റിയതാണ്. എലിസബത്ത് ബാലയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവസാനം അതൊരു ഡ്രാമ കല്യാണത്തിലെത്തി. അപ്പോഴും ഈ പറയുന്ന കണക്ക് എലിസബത്തും വളരെ ചെറിയ പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇയാൾക്ക് എപ്പോഴും ഇയാളുടെ ഭാര്യയായിട്ടിരിക്കാൻ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരെ വേണം. ഇയാൾക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാരെ വേണ്ട. പിന്നെ തന്നെയല്ല, ഇയാൾ എപ്പോഴും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിസബത്തിനെ കുറേ കാലം കൂടെ കൊണ്ട് നടന്നു. പിന്നെ അവർ ബുദ്ധിപരമായിട്ട്, അതായത് അമൃതയുടെ കാര്യത്തിൽ സംഭവിച്ച വീഴ്ച സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അതായത് അമൃതയുടെ കാര്യത്തിൽ അമൃതയെ മാരേജ് ചെയ്തതുകൊണ്ടാണ് തിരിച്ചൊരു ഡിവോഴ്സ് ആയപ്പം അമൃതയ്ക്ക് സെറ്റിൽമെൻറ്റ് വശത്തിലൂടെ കുറച്ച് തുച്ഛമായ പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബാലയും അവൻ്റെ ഫാമിലിയും കൂടെ ചേർന്ന് ബുദ്ധിപരമായി ചേർന്ന് എലിസബത്തിനെ മാരേജ് രജിസ്റ്റർ ചെയ്തില്ല.
അതുകൊണ്ട് ഇന്ന് ആ പെൺകുട്ടി വഞ്ചിക്കപ്പെട്ടു. പക്ഷേ ആ പെൺകുട്ടിക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പ്രേരിപ്പിച്ചു, കൂടെ താമസിപ്പിച്ചു, വഞ്ചിച്ചു എന്നും പറഞ്ഞൊക്കെ ബാലയുടെ പേർക്ക് കേസ് കൊടുത്താലുണ്ടല്ലോ, ബാല നല്ല സൂപ്പറായിട്ട് സർക്കാർ ചെലവിൽ അങ്ങോട്ട് ജീവിക്കേണ്ടി വരും. ഈ സ്റ്റാർ പദവിയൊന്നും അത്രയും അവിടെ കിട്ടത്തില്ല. ഇപ്പം അഥവാ അവിടെ സ്റ്റാർ പദവിയൊക്കെ തന്നാലും അവിടുത്തെ പോലീസുകാരൊക്കെ പിന്നെ പോയി വീട്ടിലിരുന്ന് ഭാര്യയെ സേവിക്കേണ്ടുന്ന അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എലിസബത്ത് തകരരുത്, മുന്നോട്ട് തന്നെ പോകണം, ശക്തമായിട്ട് തന്നെ നിൽക്കണം. എപ്പോഴും ന്യായം എലിസബത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം വിവാഹ വാഗ്ദാനം നൽകി കൂടെ താമസിപ്പിച്ചു, യൂസ് ചെയ്തു, അവസാനം ഉപേക്ഷിച്ചു. അത് എലിസബത്തിൻ്റെ വിജയം തന്നെയാണ്. ബാല കാണിച്ചത് വളരെ മോശമായ, വളരെ വളരെ ഹീനമായ പ്രവൃത്തിയാണ്. അതിനുശേഷവും അയാൾ എന്ത് ചെയ്തു? വെറും 25 വയസ്സ് 25 ഇല്ലെന്ന് തോന്നുന്നു ആ കുട്ടിക്ക്, ഇപ്പം കൂടെ താമസിക്കുന്ന കുട്ടിക്ക്. അത് ഒരു ചെറിയ കുട്ടി, അതിനെയും വിവാഹം കഴിച്ചു. ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഹാപ്പിയിലാണ് ഇപ്പം ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാല മുമ്പും ഓരോരുത്തരെ വിവാഹം കഴിച്ചപ്പോൾ, അമൃതയെ വിവാഹം കഴിച്ച സമയത്തേ ഉള്ളായിരുന്നു ആ കുട്ടിയെ ഏത് വേദിയിൽ കൊണ്ടുവന്നാലും ബാല ആക്ഷേപിക്കുന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം എലിസബത്തിനെ ഇതിനെക്കാട്ടിലും കൂടുതലായിരുന്നു പൊക്കിക്കൊണ്ട് നടന്നതും, വാരിക്കൊടുത്തതും, കെട്ടിപ്പിടിച്ചതും, പാട്ടുപാടിയതും, ഡാൻസ് ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും കോകിലയെ കല്യാണം കഴിച്ചിട്ട് കോകിലയുടെ അടുത്തും അങ്ങനെയൊക്കെ കുറേ നാട്യങ്ങൾ, നടനായതുകൊണ്ട് പിന്നെ നാട്യത്തിനെങ്ങും പോയി പഠിക്കുകയൊന്നും വേണ്ട, അത് ഇങ്ങനെ ബ്ലഡിൽ തന്നെ അലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രതികരിച്ച് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇവനെപ്പോലുള്ള ആൾക്കാരെ കേരളത്തിലുള്ള ഈ കേരളീയ ജനത ഇങ്ങനെ വാഴ്ത്തി പാടാതെ ഇവനെയൊക്കെ യഥാർത്ഥത്തിൽ പറയാനുള്ളത് പച്ചയ്ക്ക് തന്നെ പറയണം. അല്ലാതെ കുറേ ആൾക്കാർ ഇവന് പണമുണ്ട്, പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാലച്ചേട്ടൻ 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 അത് ചെയ്തു, ബാലച്ചേട്ടൻ ഇത് ചെയ്തു, ബാലച്ചേട്ടൻ അങ്ങനെ ചെയ്തു, ബാലച്ചേട്ടൻ അതും ഇതും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബാലച്ചേട്ടൻ കാണിക്കുന്ന ഇതേപോലുള്ള ക്രൂരതകൾ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചാരിറ്റി മാത്രമാണത്. ആർക്കെങ്കിലുമൊക്കെ 10 20 രൂപയൊക്കെ കൊടുക്കുന്നത് ഇവൻ കാണിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇവന് കീജയ് വിളിക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പിണിയാളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചാരിറ്റിയാണ് ബാല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവന് കീജയെ വിളിക്കാൻ വേണ്ടി കുറേ ഗുണ്ടകളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ ഔദാര്യം സ്വീകരിച്ചവരാരും ഇവനെ എതിർക്കത്തില്ലല്ലോ, ഇവൻ അനുകൂലിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇവൻ ഉണ്ടാക്കുന്ന പിണിയാളുകളാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. ചെല്ലും ചെലവും കൊടുത്ത് ഇവൻ ഇട്ട് വളർത്തുന്ന പിണിയാളുകളാണ്. ഇവൻ ചാരിറ്റി നൽകി, ഔദാര്യം നൽകി, എൻ്റെ അമ്മയെ സഹായിച്ചു, എൻ്റെ അച്ഛനെ സഹായിച്ചു എന്നൊക്കെ പറയുന്നത് ഇവന് വേണ്ടി ജയ് വിളിക്കാനുള്ള പിണിയാളുകളെയാണ് ഇവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കേരളത്തിൽ എത്രയോ ജനങ്ങൾ, എത്രയോ ആൾക്കാർ കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവൻ ആർക്ക് എന്ത് സഹായം ചെയ്യുന്നു? എന്ത് തന്നെ ആയാലും ഇവൻ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് അവരുടെ ജീവിതം നാറാണക്കല്ലാക്കിയിട്ട് നടക്കുന്ന ഇവനെ കേരളീയ ജനത ജയ് വിളിക്കരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവൻ കൊച്ചിയിൽ നിന്ന് വൈക്കത്തേക്ക് മാറി, എന്താ ഗുണം? അവൻ ഇനി വന്നിട്ട് അവൻ കുറേ ഡ്രാമയും കുറേ കരച്ചിലും പിഴിച്ചിലും അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ സാധാണ്, ഞാൻ ഹീറോയാണ്. അവൻ പണ്ട് ചെകുത്താൻ ഇവൻ്റെ പേർക്ക് ഒരു കേസ് കൊടുത്തിരുന്നു, ചെകുത്താൻ്റെ അവിടെ തോക്കുമായിട്ട് ചെന്ന് കയറിയത്. ഇന്നിപ്പം എലിസബത്ത് അത് സത്യമായിട്ടും പറയുന്നുണ്ട്, അന്നത് സംഭവിച്ചതാണ്, അന്ന് എലിസബത്തും കാറിലുണ്ടായിരുന്നു എന്ന്. ഇവന് ജയ് വിളിക്കുന്ന നമ്മുടെ നിയമം, ഇവൻ്റെ പണത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പോലീസുകാർ, ഇവരൊക്കെയാണ് ഇവൻ്റെ ഈ വൃത്തികേട് വളരാൻ അനുവദിക്കുന്നത്. ഇവനെതിരെ അന്ന് അമൃത കൊടുത്ത് ഇവനെ ജയിലിൽ പിടിച്ചിട്ടതുപോലെ ഇനിയും എലിസബത്തിനോടായാലും എനിക്ക് പറയാനുള്ളത്, ഇവൻ ഇനിയും കൂടുതൽ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുവാണെങ്കിൽ ഇവനെതിരെ FIR ഇടണം, ഇവനെ പിടിച്ച് ജയിലിനകത്തിടണം. ഇവൻ അത്ര അഹങ്കാരിയാണ് ഇവൻ. സ്ത്രീകളുടെ വില അറിയില്ല ഇവന് കുറേ പണത്തിക്കാരി. ഇവൻ പണവുമായിട്ട് വെച്ച് നീട്ടുമ്പം ഇവൻ്റെ പിന്നാലെ ഇളിച്ചുകൊണ്ട് ചെല്ലുന്ന സ്ത്രീകളെ മാത്രമേ ഇവൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ പണവും പ്രശസ്തിയുടെയും പിറകെ പോകുന്ന സ്ത്രീകളെ മാത്രമേ ഇവൻ കണ്ടുള്ളൂ. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഈ വീഡിയോസുകളെല്ലാം നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും ഇവൻ എലിസബത്തിനെ ഒഴിവാക്കിയതിൻ്റെ കാരണം ഇവൻ ഈ പറയുന്ന കണക്കുള്ള അലിഗേഷൻസ് ഒന്നും അല്ല. എലിസബത്ത് അവന് ഗുളിക മാറിക്കൊടുത്തതോ അല്ലെ മറ്റുള്ള വിഷയങ്ങളോ എലിസബത്ത് നോക്കാതിരുന്നതോ അടിച്ചോ ഉപദ്രവിച്ചോ പിച്ചി മാന്തി അള്ളി ഒന്നും അല്ല. അവന് എലിസബത്തുമായിട്ടുള്ള റിലേഷൻ ഇരിക്കവേ തന്നെ ഇവന് കോകിലയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കോകിലയെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ എലിസബത്തിനെ ഒഴിവാക്കി. പക്ഷേ അമൃത അങ്ങനെ സംഭവിച്ചതല്ല. അമൃത ഇവന് പല സ്ത്രീകളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നതിൻ്റെ ബേസിൽ അമൃത സ്വയരക്ഷയായിട്ട് ഓടിപ്പോയതാണ്. അമൃത സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഓടിപ്പോയി. ഇന്ന് അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എലിസബത്തിനെ അങ്ങനെയല്ല. എലിസബത്തിനെ ഇവൻ തേച്ചതാണ്. ഇവൻ തേച്ചിട്ടാണ് ആ പാവം പെൺകുട്ടിക്ക് ജീവിതം നഷ്ടപ്പെട്ട് അത് ഡിപ്രഷനിലേക്കൊക്കെ പോയി ആത്മഹത്യയൊക്കെ ശ്രമിച്ചു.
ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെ പോലുള്ള ആൾക്കാർക്ക് വാഴ്ത്തുപാട്ട് കീജയ് വിളിക്കാതെ ഇവനെയൊക്കെ കാറി തുപ്പണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ വളരാൻ അനുവദിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആൾക്കാരാണ്. അവരാണ് ഇവൻ എന്ത് കാണിച്ചാലും ജയ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ ജയ് വിളിച്ച് വളരാൻ അനുവദിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓക്കെ ബൈ. അവൻ തമിഴ്നാട്ടിൽ പോയി കിടന്ന് വളരട്ടെ. ഈ കേരളത്തിലുള്ള പെണ്ണുങ്ങളുടെ എല്ലാം ജീവിതം തകർത്തടിച്ചേ വെച്ച് ഇവന് ഇവിടെ കേരളീയ ജനത തന്നെ എന്തിനാണ് ഇവന് ജയ് വിളിക്കുന്നത്? ഡേയ്, നീ തമിഴ്നാട്ടിൽ പോയി ജീവിക്കടേ. ആ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയി കളഞ്ഞ സമയത്തിന് ഇവനെ ആരും ഇവിടുത്തെ സർക്കാർ കാണുന്നില്ലയോ? ഈ 2 പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവൻ തകർത്തത്. ആ അരിക്കൊമ്പനെ എത്രയോ രൂപ ചിലവാക്കിയിട്ടാണ് പിടിച്ചുകൊണ്ട് പോയി എങ്ങാണ്ട് കൊണ്ടുവന്ന് കളഞ്ഞത്. ഇപ്പോൾ അരിക്കൊമ്പനെ കുറിച്ചൊരു അഡ്രസ്സ് പോലും ഇല്ല. ആ അരിക്കൊമ്പനെ ഇങ്ങ് ഉണ്ടാക്കിയേ വെച്ച് യഥാർത്ഥ അരിക്കൊമ്പൻ ആരെയും കൊന്നതായിട്ട് ഇങ്ങനെ അരിക്കൊമ്പൻ ഒരു ദുഷ്ടനായ ആനയായിരുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. അരിക്കൊമ്പൻ ആരെയും കൊന്നതായിട്ട് ഒരാൾ പോലും ഇതുവരെ രംഗത്ത് വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാരെ, പണ്ടൊരു കമൻറ്റ് ഇത് ആരോ ഇട്ടത്, അത് തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ദയവായിട്ട് ഞങ്ങളുടെ അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ട് തന്നിട്ട് തമിഴിനെ പിടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ട് കള. ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന് കള. അയാളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഓടിച്ചു വിട്. ഇനിയും കേരളത്തിലുള്ള സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കാതെ പാവപ്പെട്ട അവരൊക്കെ ജീവിച്ചു പൊയ്ക്കോട്ടെ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.